Hello and welcome to the show. This is 1 Minute, 1 Doubt, where we answer your questions on canon law. ഒരു മിനിറ്റ്, ഒരു സംശയം. ഈ ചർച്ച്, ചാപ്പൽ, ഒറേറ്ററി എന്നൊക്കെ പറയുന്നതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു വെച്ചു. പള്ളിയും ചാപ്പലും മാത്രമല്ല, ഓറട്ടറി ഉണ്ട്, ഷ്രൈൻസും ഉണ്ട്, തീർത്ഥാടന കേന്ദ്രങ്ങൾ. കാനോൻ 1214 അനുസരിച്ച് ദൈവാരാധനയ്ക്ക്, പ്രത്യേകിച്ച് വിശ്വാസികൾക്ക് പൊതുവായ ദൈവാരാധനയ്ക്ക് പ്രവേശന അനുവാദമുള്ള ഒരു കെട്ടിടമാണ് പള്ളി. രൂപതാ മെത്രാന്റെ അനുമതിയോടുകൂടിയാണ് പള്ളി നിർമ്മിക്കപ്പെടുന്നത്. കാനോൻ 1223 പ്രതിപാദിക്കുന്ന അനുസരിച്ച് ഓറട്ടറി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിനോ ഒരു ചെറു സമൂഹത്തിനോ വേണ്ടി ദൈവാരാധനയ്ക്കായി നിശ്ചയിച്ചിട്ടുള്ള ഇടമാണ്. ഉദാഹരണത്തിന് ഒരു സെമിനാരിയുടെ ഓറട്ടറി, ഒരു സന്യാസ സമൂഹത്തിൻ്റെ ഓറട്ടറി. സന്യാസ സഭാധികാരിയുടെ അനുവാദത്തോടു കൂടി മറ്റു വിശ്വാസികൾക്കും അവിടെ ദൈവാരാധനയ്ക്കായി പ്രവേശിക്കാവുന്നതാണ്. ചാപ്പൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വ്യക്തിഗത ചാപ്പൽ എന്ന് പറയുന്നത്, 1-2 വ്യക്തികൾക്ക് വേണ്ടി ദൈവാരാധനയ്ക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന ഇടമാണ് സഭാധികാരിയുടെ അനുവാദത്തോടു കൂടി. ഉദാഹരണത്തിന് ബിഷപ്പിന്റെ ചാപ്പൽ. ഷ്രൈൻസ് അഥവാ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പ്രാദേശിക സഭാധികാരിയുടെ അനുവാദത്തോടു കൂടി ഭക്തിപരമായ പ്രത്യേക ആവശ്യങ്ങൾക്ക് വിശ്വാസികൾ പതിവായി പോയി തീർത്ഥാടനം നടത്തുന്ന ഒരു സ്ഥലമാണ്. തീർത്ഥാടന കേന്ദ്രങ്ങൾ രൂപതാ തീർത്ഥാടന കേന്ദ്രമാകാം, ദേശീയ തീർത്ഥാടന കേന്ദ്രമാകാം, അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാകാം. അതിനൊക്കെ ബന്ധപ്പെട്ട അധികാരമുള്ള സഭാധികാരികളുടെ അനുമതി വേണമെന്ന് മാത്രം. അംഗീകരിക്കപ്പെട്ടൊരു നിയമാവലി അതിന് അനിവാര്യമാണ്. അപ്പോൾ പള്ളിയുണ്ട്, ഓറട്ടറിയുണ്ട്, ചാപ്പലുണ്ട്, ഷ്രൈൻസ് അഥവാ തീർത്ഥാടന കേന്ദ്രങ്ങൾ.